ആറ്റിങ്ങിൽ പിതാവിനെയും മകനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ 2 പേർ പോലീസിൽ കീഴടങ്ങി. കൊല്ലം ചിതറ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ കീഴടങ്ങിയത്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്ന. അനന്തൻ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുനിന്നാണ് പോലീസ് എത്തിയാണ് ഇയാളെ മോചിപ്പിച്ചത്. ഈ പിടിയിലായ കീഴടങ്ങിയ ആളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? എത്ര പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്? രതീഷ്, കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങൽ സ്വദേശിയായ അനിൽകുമാറിനെയും മകൻ അച്ചുവിനെയും ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി കിളിമാനൂരിലെ ഒരു ആളൊഴിഞ്ഞ അല്ലെങ്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിൻ്റെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചത്. അതിനുശേഷം മകനെ വിട്ടയച്ചപ്പോൾ മകനാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറയുകയും പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിക്കുകയും ചെയ്തത്. പോലീസ് എത്തുന്നതിന് മുമ്പ് പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ഈ പ്രതികളെ കേന്ദ്രീകരിച്ച് 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ സുധീഷ് എന്ന ഒരാളെ തിരിച്ചറിഞ്ഞിരുന്നു പോലീസ്. അയാളും അയാളുടെ സുഹൃത്തുക്കളുമാണ് എന്നാണ് പോലീസിൻ്റെ അനുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കേന്ദ്രീകരിച്ച് ഇവരെ കണ്ടെത്താൻ വേണ്ടി വ്യാപകമായ തിരച്ചിലാണ് തിരുവനന്തപുരം, കൊല്ലം അതിർത്തി മേഖലകളിൽ നടത്തിയിരുന്നത് പോലീസ്. അങ്ങനെ ഇന്നലെ ഈ കുമ്മിൾ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഭാഗത്ത് രാത്രി 10 മണിയോടെ തട്ടുകടയിൽ ഈ സുധീഷ് എന്ന് പറയുന്ന ഒരാൾ എത്തുകയും ഭക്ഷണം കഴിക്കുകയും ആ തട്ടുകട നടത്തുന്നയാൾ ഈ സുധീഷിനെ തിരിച്ചറിയുകയും ചെയ്തു. ഉടൻ തന്നെ അയാൾ പോലീസിനെ, സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിവരം അറിയിച്ചു. അപ്പോൾ ഈ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ സുധീഷ് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ പോലീസ് ഈ ചിതറ കുമ്മിൾ മേഖലയിൽ ഇന്നലെ രാത്രി വ്യാപകമായ തിരച്ചിലാണ് നടത്തിയത്. ഒരു തരത്തിലും പ്രതികൾ രക്ഷപ്പെടാത്ത രീതിയിൽ അവിടെ ബ്ലോക്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇതിൽ 2 പ്രതികൾ ചിതറ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഹാജരായി ഞങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങിയത്. അവരെ ഇപ്പോൾ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സുധീഷിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ഈ ചിതറ മേഖലയിൽ ഇപ്പോൾ ഈ കീഴടങ്ങിയ പ്രതികൾ പറയുന്നത് ഞങ്ങൾ കുമ്മിളിലുള്ള ചെക്കൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നാണ്. ആ പ്രദേശത്ത് സുധീഷിന് വേണ്ടി തിരച്ചിൽ ഇപ്പോൾ ഊർജിതം ആക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സുധീഷിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഈ അച്ഛനെയും മകനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അപ്പോൾ സുധീഷ് ഈ അനിൽകുമാറിന്റെ മകളെ 1 വർഷം മുമ്പ് പെണ്ണ് കാണാൻ വന്നിരുന്നു. അപ്പോൾ ആ കല്യാണം നടന്നില്ല. അപ്പോൾ എന്താണ് അതിന്റെ കാരണമെന്ന് അറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അനിൽകുമാറിനെ ക്രൂരമായി മർദ്ദിച്ചത്. അതും ഈ കിളിമാനൂരിലെ ഈ വീടെന്ന് പറയുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. അതിലൊരു മുറി പ്രത്യേകം ഈ ഇടിമുറിയായിട്ട് സജ്ജീകരിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. അതിന് അലൂമിനിയം ഫാബ്രിക്കേഷനൊക്കെ ചെയ്ത് സൗണ്ട് പ്രൂഫ് ഒക്കെ ആക്കിയിട്ടാണ് ഈ അനിൽകുമാറിനെ അവിടെ വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയി ആ മുറിയിലിട്ട് മർദ്ദിച്ചത്. അതിനുശേഷം മകൻ അച്ചുവിനെയും വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം ഈ അമ്മയും മകളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അച്ചുവിനെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അച്ചു നേരെ വർക്കല പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അരൂർ പോലീസ് എത്തി ഇവരെ മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ പുറത്തറിയിച്ചാൽ കൊന്നുകളയും. അതുപോലെ തന്നെ അവരുടെ സമീപത്ത് ഒരു കൊലപാതകം അടുത്തിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമാനമായ രീതിയിൽ മകളെ കഴുത്തറുത്ത് കൊല്ലുമെന്നൊക്കെ അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഏതായാലും സിനിമാ സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ സിനിമകളിൽ മാത്രം കാണുന്ന രീതിയിലുള്ള ഒരു മോഡസ് ആയിരുന്നു ഈ പ്രതികൾ അവിടെ അവലംബിച്ചത്. ഏതായാലും സുധീഷ് എന്ന് പറയുന്ന പ്രധാന പ്രതിയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇനി അയാൾക്ക് മറ്റാരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സുധീഷിനെ ഉടൻ തന്നെ വലയിലാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ശരി, വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്, ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ്. തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി അച്ഛനെയും മകനെയും മർദ്ദിച്ച സംഭവം. അതിലാണിപ്പോൾ 2 പേർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. മറ്റുള്ളവരുടെ അറസ്റ്റിലേക്ക് വേഗത്തിലെത്തും എന്നതാണ് സൂചനകൾ. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.